പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, കേരളത്തിന് എല്ലാ മലയാളികൾക്കും ആവശ്യമുള്ളത് വികസനമാണ്. രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. പക്ഷേ രാഷ്ട്രീയം നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, വികസനം കണ്ടിട്ടില്ല. ആ വികസനത്തിന് വേണ്ടി ആര് മുൻകൈ എടുത്താലും അതിനെ നമ്മൾ തപ്പ് കൊട്ടണം. അതാണ് എൻ്റെ ഒരു ആവശ്യം. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിട്ടല്ല എന്ന് എനിക്കറിയാം. ഞാൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, ഒരു മുതിർന്ന പ്രായത്താണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ചിന്തിക്കില്ല എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഞാനൊരു മലയാളിയും ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങളുടെ താല്പര്യം എന്താണ്? വികസനമല്ലേ? നമ്മൾക്ക് നമ്മുടെ മക്കളെ ഈ സംസ്ഥാനത്ത് തന്നെ എടുത്തു വെക്കണ്ടേ? അതിനുവേണ്ടി ഇവിടെ തൊഴിൽ സാധ്യതകൾ വേണ്ടേ? ആ സാധ്യതകൾ വരാൻ പുതിയ ബിസിനസ് സ്ഥാപിക്കണ്ടേ? ആ പുതിയ ബിസിനസ് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ? ഇതാണ് എൻ്റെ ലോജിക്ക്. ഈ ലോജിക്ക് ഞാൻ 16 വർഷമായിട്ട് പറയുന്നൊരു ലോജിക്കാണ്. ഇതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ആവശ്യമുള്ളത്? കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്ന മുമ്പ് ഐക്യരാജ്യസഭ വിട്ട ശേഷം ഞാൻ രാഷ്ട്രീയത്തിലേ ഉണ്ടായിരുന്നില്ല, എൻ്റെ പാർട്ടി ആയിരുന്നില്ല. പക്ഷെ ആ കാലത്തെ CPM ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ എലുമറം കരീം ന്യൂയോർക്കിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ചിലവിൽ, കേരള ടാക്സ് പേയേഴ്സിൻ്റെ ചിലവായിരുന്നില്ല, എൻ്റെ ചിലവിൽ 40 ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ച് അദ്ദേഹത്തിനെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാനും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു മലയാളിയാണ് ഞാൻ. പക്ഷേ ആ 40 ഇൻവെസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രസൻറ്റേഷൻ കേട്ടിട്ട് ഒരു പൈസ കൊടുത്തില്ലേ കേരളത്തിൽ. ഞാനൊരു 10-12 പേരെ വിളിച്ചു. അതിൽ ചില മറുനാടൻ മലയാളികളും കൂടി ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തില്ല? ഇദ്ദേഹം പറഞ്ഞതൊക്കെ നന്നായിരുന്നില്ലേ? അതേ, പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കേരളം എങ്ങനെയാണ്, ചുവന്ന കൊടി വരും, ഞങ്ങളുടെ പൈസയൊക്കെ നഷ്ടപ്പോവും, അതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല കേരളത്തിൽ. ഞാൻ ഒരു മിനിറ്റ്, ഒന്നാം കാര്യം ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല, അവർ സർക്കാരാണ്, അവരെല്ലാം നോക്കാൻ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത്, കേരളത്തിനെ പോലെ അറിവും പഠിപ്പും സാക്ഷരതയും ഉള്ള വർക്കേഴ്സ് നിങ്ങൾ എവിടെ കിട്ടും? ഈ മലയാളികൾ നിങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നത് അവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഒരു മലയാളി എന്നോട് മറുപടി പറയാണ്, അതൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോയിട്ട് ഈ ഒരേ പണം സിങ്ക് ചെയ്താൽ മലയാളി തൊഴിലാളിമാർ അവിടെ ക്രോസ് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ അവിടെ പ്രവർത്തിക്കും, പക്ഷെ അവിടെ ചുവന്ന കൊടി ഉണ്ടാവില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും. ഇതാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട് ഞാൻ പറയണത്, നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള ബുദ്ധിമുട്ട്, ആ റെപ്യൂട്ടേഷനെ ഇപ്പോൾ ഈ ചുവന്ന കൊടി എടുത്ത് നടക്കുന്ന പാർട്ടി എന്നെ ഭരിക്കുമ്പോൾ മാറ്റിയത് ഇത് സ്വീകരിക്കുന്ന കാര്യമല്ലേ? അവർ ഇങ്ങനെ സ്റ്റാർട്ടപ്സിനെ അവർ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ വേറെ ഒരു പാർട്ടി വന്നിട്ട് ഞങ്ങളുടെ ഭരണ സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ടപ്സിന് പിന്തുണ കൊടുക്കുമ്പോൾ അതിനെ എതിരിക്കാതിരിക്കട്ടെ എന്നും കൂടി ചൂണ്ടിക്കാണിച്ച ഒരു ആർട്ടിക്കിളാണ് നിങ്ങൾ പറയണത്. അതാണ് ഞാൻ പറയണത്. ഈ